അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോണത് നമുക്ക് ഖുർആൻ ഓതുമ്പോൾ തജ്വീദ് നിർബന്ധമാണോ എന്നും പിന്നെ സൂറത്തുൽ മുൽക്കിൻ്റെ ഫുൾ ആയത്തുകളുടെ അർത്ഥവും ഈ വീഡിയോ കൂടി പറയുന്നുണ്ട്. തജ്വീദ് അറിയാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും. അവർക്കൊക്കെ മനസ്സിൽ വരുന്ന സംശയമായിരിക്കും, നമ്മൾ തജ്വീദ് ഇല്ലാതെ ഖുർആൻ ഓതിയാൽ അള്ളാഹു ശിക്ഷ തരുമോ എന്ന്, നമ്മൾ ഓതുന്ന ഖുർആന് അള്ളാഹു പ്രതിഫലം തരൂലേ എന്നൊക്കെ സംശയമുള്ളവരായിരിക്കും. ഞാൻ നിങ്ങൾക്ക് സ്വഹീഹ് അൽ ബുഖാരിയിലെ 4937 ഹദീസ് പറഞ്ഞു തരാം. ഇതിൽ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആൻ വായിക്കുകയും അത് മനസ്സിൽ മുറുകെ പിടിക്കുകയും ചെയ്യുന്നവൻ മഹത്വമുള്ള നല്ല സ്വഭാവമുള്ള മാലാഖമാരുടെ കൂട്ടത്തിലായിരിക്കും. എന്നാൽ ഖുർആൻ വായിക്കുന്നതിന് ബുദ്ധിമുട്ട് നേരിടുന്നവനും ഖുർആൻ വായിക്കാൻ ശ്രമിക്കുകയും അതിനെ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവന് ഇരട്ടി പ്രതിഫലം ലഭിക്കും. നമുക്ക് ഖുർആൻ്റെ തജ്വീദ് അറിയത്തില്ലെങ്കിലും നമ്മൾ ഖുർആൻ ഓതണം. നമുക്ക് അള്ളാഹുവിൻ്റെ ഒരിക്കലും ശിക്ഷ കിട്ടത്തില്ല. എന്നാൽ നമുക്ക് നല്ലപോലെ അറിവുണ്ടായിട്ടും നമ്മൾ മനഃപൂർവ്വം ശ്രദ്ധയില്ലാതെ ഖുർആൻ ഓതി തെറ്റിച്ചാൽ അള്ളാഹുവിൻ്റെ നമുക്ക് ശിക്ഷ കിട്ടും. അള്ളാഹു നമ്മളടുത്ത് സൂറത്തുൽ മുസമ്മിലിലെ 4 ആയത്തിലൂടെ എങ്ങനെയാണ് ഖുർആൻ ഓതേണ്ടതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഔസിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർത്തീല. ഈ ആയത്തിലൂടെ അള്ളാഹു പറയുന്നു, ഖുർആൻ സാവകാശത്തിൽ പാരായണം നടത്തുകയും ചെയ്യുക എന്ന്. ഒരിക്കലും നമ്മൾ ഖുർആൻ ധൃതിയിൽ ശ്രദ്ധയില്ലാതെ ഓതരുത്. ഞാൻ പറഞ്ഞത് കൊണ്ട് മാത്രം നിങ്ങളിങ്ങനെ വിശ്വസിക്കേണ്ട. ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നത് പോലെ ഇസ്ലാമിനെക്കുറിച്ച് പുതിയതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് സത്യമാണോ അല്ലേ എന്ന് അറിയാൻ ശ്രമിക്കണം. ഞാൻ ഇന്ന് പറഞ്ഞ ഹദീസിൻ്റെ നമ്പറും കൂടെ പറഞ്ഞിട്ടുണ്ട്. അത് വെച്ച് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കണം. എന്നിട്ട് ആ ഹദീസിൽ ഇത് തന്നെയാണോ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാൻ ശ്രമിക്കണം. എന്നിട്ട് സൂറത്തുൽ മുസമ്മിലിലെ 4 ആയത്തിൻ്റെ അർത്ഥവും ഇത് തന്നെയാണോ എന്ന് അറിയാൻ ശ്രമിക്കണം. ഞാൻ ഈ വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. ഒരു സ്കോളർ നമ്മൾ ഖുർആൻ ഓതുന്നതിൽ തജ്വീദ് നിർബന്ധമാണോ എന്ന് പറയുന്നതിനെ പറ്റിയുള്ള വീഡിയോയും പിന്നെ തജ്വീദും തർത്തീലും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ വീഡിയോയും പിൻ ചെയ്ത് വെക്കാം. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോണത് സൂറത്തുൽ മുൽക്കിൻ്റെ ഫുൾ ആയത്തുകളുടെയും അർത്ഥമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്ക് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 9 ആയത്ത് വരെയുള്ളതിൻ്റെ അർത്ഥം. പക്ഷേ ഞാൻ വിചാരിച്ചു ആ വീഡിയോ കാണാത്തവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂഷനായിട്ട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലല്ലോ. അപ്പോൾ ആദ്യം തൊട്ട് ഒന്നുകൂടി ഫുള്ളായിട്ട് പറയാം. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഓരോ സ്വഹാബിയത്തിൻ്റെ ലൈഫ് സ്റ്റോറി ഫുള്ള് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. ഞാൻ വിചാരിച്ചു സൂറത്തുൽ മുൽക്ക് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ട് അത് ചെയ്യാമെന്ന്. പിന്നെ കുറച്ച് കമൻസിൻ്റെ ആൻസറും പറയാനുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ തൊട്ട് സ്വഹാബിയത്തിൻ്റെ ലൈഫ് സ്റ്റോറികൾ പറയാം. ഞാൻ നിങ്ങളടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് സ്വഹാബിയത്തിൻ്റെ ലൈഫ് സ്റ്റോറിയാണ് ഫസ്റ്റ് വേണ്ടതെന്ന്. ഫസ്റ്റ് കമൻറ്റ് ചെയ്ത ഒരു സഹാബിയത്തിൻ്റെ പേരുണ്ട്. അതാണ് ഞാൻ ഫസ്റ്റായിട്ട് ചെയ്യാൻ പോണത്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതിപ്പോൾ ക്വിസായിട്ട് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ പറയണം ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോണത് ഏത് സഹാബിയത്തിൻ്റെ ലൈഫ് സ്റ്റോറിയാണെന്ന്. ജിബ്രീൽ അലൈഹിസ്സലാം വഴി അള്ളാഹുവിൻ്റെ സലാം നേരിട്ട് കിട്ടിയ സ്വഹാബിയത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോണത്. ആ സ്വഹാബിയത്തിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യ്. അറിയത്തില്ലെങ്കിൽ ഞാൻ ആൻസർ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ഇനി നമുക്ക് സൂറത്തുൽ മുൽക്കിനെ കുറിച്ച് പറയാം. സൂറത്തുൽ മുൽക്കിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ എന്താണെന്ന് ഫസ്റ്റ് നോക്കാം. നമുക്ക് ഹദീസിൽ പറയുന്നത് വെച്ച് നോക്കാം. നമ്മൾ തെറ്റുകളൊക്കെ ചെയ്തിട്ട് അള്ളാഹുവിൻ്റെ അടുത്ത് തൗബ ചെയ്യാതെ മരിച്ചു പോയാൽ നമ്മൾ നരകത്തിൻ്റെ അവകാശികളാണ്. നമ്മൾ നരകാവകാശികളാണെങ്കിൽ നമ്മൾ ഖബറിൽ വെച്ച് നമ്മൾ നരകത്തിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. നമ്മൾ സൂറത്തുൽ മുൽക്ക് എന്നും പതിവായിട്ട് ഓതിയാൽ നമ്മൾ ഖബറിൽ അനുഭവിക്കുന്ന ശിക്ഷയിൽ നിന്ന് നമുക്ക് സംരക്ഷണം കിട്ടും. പിന്നെ വിധി പറയുന്ന ദിവസത്തിൽ ഈ സൂറത്ത് നമ്മുടെ മധ്യസ്ഥനായിട്ട് നിൽക്കും, നമുക്ക് മാപ്പ് കിട്ടുന്നത് വരെ. ഇത് സുനാൻ അൽ തിർമിദിയിലെ ഹദീസ് 2891 പറയുന്നുണ്ട്. നമ്മൾ എപ്പോഴും മരിക്കുമെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയത്തുള്ളൂ. നമ്മൾ എല്ലാവരും എല്ലാ മനുഷ്യരും തെറ്റ് ചെയ്യുന്നവരാണ്. ചിലപ്പോൾ നമ്മൾ തെറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ മരിച്ചു പോകുന്നവരായിരിക്കും. നമുക്ക് ഒരു ഗ്യാരൻറ്റിയും പറയാൻ പറ്റത്തില്ല. നമ്മൾ ചിലപ്പോൾ നമ്മൾ ചെയ്ത തെറ്റിന് തൗബ ചെയ്യുന്നതിന് മുമ്പ് മരിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും സൂറത്തുൽ മുൽക്ക് ഓതുന്നത് പതിവാക്കണം. നമ്മുടെ ഖബറിൽ പാമ്പും പുഴുവും ഒക്കെ വരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കിപ്പോൾ തന്നെ പാമ്പിനെ കാണുന്നത് തന്നെ പേടിയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് പാമ്പുകൾ നമ്മളെ ചുറ്റി കിടക്കുന്നതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ.
സൂറത്തുൽ മുൽക്ക് ഓതാൻ നമുക്കൊരു 5 മിനിറ്റൊക്കെ മതി. നമ്മൾ ഒരിക്കലും ഈ സമയം വേസ്റ്റാക്കി കളയരുത്. നമ്മൾ മരിച്ചിട്ട് പിന്നെ ഓർത്താൽ നമുക്ക് പറ്റത്തില്ല പിന്നെ ഓതാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും മടി പിടിക്കാതെ എന്നും സൂറത്തുൽ മുൽക്ക് ഓതാൻ ശ്രമിക്കണം. ആദ്യം നമുക്ക് സൂറത്തുൽ മുൽക്ക് അവതരിപ്പിക്കപ്പെടാനുണ്ടായ സാഹചര്യം നോക്കാം. മക്കയിലാണ് ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടത്. ഖുറൈശിലെ ആദ്യ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുന്നവരും ഇസ്ലാം സത്യമല്ലെന്നും അള്ളാഹുവിനെ വിശ്വസിക്കാത്തവരും അള്ളാഹു സത്യമല്ലെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശങ്ങളൊന്നും സ്വീകരിക്കാത്തവരായിരുന്നു. അവർക്കുള്ള മറുപടിയായിട്ടും വാണിംഗായിട്ടുമാണ് അള്ളാഹു ഈ സൂറത്ത് അവതരിപ്പിച്ചത്. ഈ സൂറത്തിൽ അള്ളാഹുവിൻ്റെ ശക്തിയെക്കുറിച്ചും അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ പെർഫെക്ഷനെക്കുറിച്ചും അള്ളാഹുവിനെ പരിഹസിക്കുന്നവരുടെ ശിക്ഷയെക്കുറിച്ചും വിശ്വസിക്കുന്നവർക്കുള്ള പ്രതിഫലത്തെക്കുറിച്ചുമൊക്കെയാണ് പറയുന്നത്. ഇനി നമുക്ക് ഓരോ ആയത്തുകളുടെ അർത്ഥം നോക്കാം. ഞാൻ ഓരോ ആയത്ത് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറയാം. എന്നാലേ നമുക്ക് അർത്ഥം നല്ലപോലെ മനസ്സിലാവത്തുള്ളൂ ഓരോ ആയത്തിൻ്റെയും. നിങ്ങൾ അർത്ഥം മാത്രം ശ്രദ്ധിച്ചാൽ മതി. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആധിപത്യം ഏതൊരുവൻ്റെ കയ്യിലാണോ അവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു, അവൻ ഏതു കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. പ്രപഞ്ചത്തിൻ്റെ മൊത്തവും ആധിപത്യം കയ്യിലുള്ള അള്ളാഹുവിൻ്റെ കഴിവിനെ കുറിച്ചാണ് ഈ ആയത്തിൽ പറയുന്നത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലൻ വഹുവൽ അസീസുൽ ഗഫൂർ. നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവൻ എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചവനാകുന്നു അവൻ പ്രതാപിയും ഏറെ പൊറുക്കുന്നവനുമാകുന്നു. നമ്മളിൽ ആരാണ് നല്ല പ്രവർത്തികൾ ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് മരണവും ജീവിതവും സൃഷ്ടിച്ചവനാകുന്നു അള്ളാഹു ഏറെ പൊറുക്കുന്നവനുമാകുന്നു എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാകൻ മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്തിൻ ഫർജിഹിൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ. 7 ആകാശങ്ങളെ അടുക്കുകളായി സൃഷ്ടിച്ചവനാകുന്നു അവൻ. പരമകാരുണികന്റെ സൃഷ്ടിപ്പിൽ യാതൊരു ഏറ്റക്കുറവും നീ കാണുകയില്ല. എന്നാൽ നീ ദൃഷ്ടി ഒന്നുകൂടി തിരിച്ചു കൊണ്ടുവരൂ, വല്ല വിടവും നീ കാണുന്നുണ്ടോ? അള്ളാഹു നമ്മളോട് ഈ ആയത്തിലൂടെ ചലഞ്ച് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ കണ്ടുപിടിച്ച് പറയുവാൻ വേണ്ടിയിട്ട്. ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. പിന്നീട് 2 തവണ നീ കണ്ണിനെ തിരിച്ചു കൊണ്ടുവരൂ, നിന്റെ അടുത്തേക്ക് ആ കണ്ണ് പരാജയപ്പെട്ട നിലയിലും പരവശമായിക്കൊണ്ടും മടങ്ങി വരും. എത്ര പ്രാവശ്യം വേണമെങ്കിലും നമ്മൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ കുറവുകളെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചോളൂ. എത്ര ശ്രമിച്ചാലും നമ്മൾ പരാജയപ്പെട്ടു പോകുകയേ ഉള്ളൂ എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. وَلَقَدْ زَيَّنَّا السَّمَاءَ الدُّنْيَا بِمَصَابِيحَ وَجَعَلْنَاهَا رُجُومًا لِلشَّيَاطِينِ وَأَعْتَدْنَا لَهُمْ عَذَابَ السَّعِيرِ. ഏറ്റവും അടുത്ത ആകാശത്തെ നാം ചില വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. അവയെ നാം പിശാചുക്കളെ എറിഞ്ഞൊടിക്കാനുള്ളവയുമാക്കിയിരിക്കുന്നു. അവർക്കു നാം ജ്വലിക്കുന്ന നരകശിക്ഷ ഒരുക്കി വയ്ക്കുകയും ചെയ്തിരിക്കുന്നു. ആകാശത്തെ നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നെന്നും അവയെ പിശാചുക്കളെ ഓടിക്കാനുള്ള ആയുധമാക്കിയിരിക്കുന്നെന്നും ആര് പിശാചുക്കളെ പിന്തുടരുന്നുവോ അവർക്ക് ജ്വലിക്കുന്ന നരകശിക്ഷയാണ് കാത്തിരിക്കുന്നു എന്നും ഈ ആയത്തിൽ പറയുന്നു. വലില്ലദീന കഫറൂ ബിറബ്ബിഹിം അദാബു ജഹന്നമ വബിഇസൽ മസീർ. തങ്ങളുടെ രക്ഷിതാവിൽ അവിശ്വസിച്ചവർക്കാണ് നരകശിക്ഷയുള്ളത്. തിരിച്ചെത്തുന്ന ആ സ്ഥലം വളരെ ചീത്ത തന്നെ. ഇദാ ഉൽഖൂ ഫീഹാ സമിഊ ലഹാ ശഹീഖൻ വഹിയ തഫൂർ. അവർ നരകത്തിൽ എറിയപ്പെട്ടാൽ അതിന്നവർ ഒരു ഗർജനം കേൾക്കുന്നതാണ്. അത് തിളച്ചുമറിഞ്ഞു കൊണ്ടിരിക്കുകയും ചെയ്യും. തകാദു തമയ്യസൂ മിനൽ ഒയ്ദി കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ. കോപം നിമിത്തം നരകം പൊട്ടിപ്പിളർന്നു പോകുമാറാകും. നരകത്തിൽ ഓരോ സംഘവും എറിയപ്പെടുമ്പോഴേക്ക് അതിൻ്റെ കാവൽക്കാർ അവരോട് ചോദിക്കും, നിങ്ങളുടെ അടുത്ത് മുന്നറിയിപ്പുകാരൻ വന്നിരുന്നില്ലേ? ഖാലൂ ബലാ ഖദ് ജാഅനാ നദീറുൻ ഫകദ്ദബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ശൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ.
അവർ പറയും, അതെ, ഞങ്ങൾക്ക് മുന്നറിയിപ്പുകാരൻ വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ നിഷേധിച്ചു തള്ളുകയും അല്ലാഹു യാതൊന്നും ഇറക്കിയിട്ടില്ല, നിങ്ങൾ വലിയ വഴികേടിൽ തന്നെയാകുന്നു എന്ന് ഞങ്ങൾ അവരോട് പറയുകയുമാണ് ചെയ്തത്. വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. ഞങ്ങൾ കേൾക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ ജ്വലിക്കുന്ന നരകാഗ്നിയുടെ അവകാശികളുടെ കൂട്ടത്തിലാകുമായിരുന്നില്ല എന്നവർ അപ്പോൾ പറയും. ഫഅ്തറഫൂ ബിദംബിഹിം ഫസുഹ്ഖൻ ലിഅസ്ഹാബിസ് സഈർ. അങ്ങനെ അവർ തങ്ങളുടെ കുറ്റം ഏറ്റുപറയും. അപ്പോൾ നരകാഗ്നിയുടെ ആൾക്കാർക്കു ശാപം. മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കുറ്റം തിരിച്ചറിയുകയോ മാപ്പ് പറയുകയോ ചെയ്തിട്ട് നമുക്ക് ഒരു ഫലവുമില്ല എന്നാണ് ഈ ആയത്തുകളിലൂടെ പറയുന്നത്. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തുൻ വ അജ്റുൻ കബീർ. തീർച്ചയായും തങ്ങളുടെ രക്ഷിതാവിനെ അദൃശ്യനിലയിൽ ഭയപ്പെടുന്നവരാരോ അവർക്ക് പാപമോചനവും വലിയ പ്രതിഫലവും ഉണ്ട്. വ അസിറൂ ഖൗലകും വജ്ഹറൂ ബിഹി ഇന്നഹു അലീമുൻ ബിദാത്തിസ് സുദൂർ. നിങ്ങളുടെ വാക്ക് നിങ്ങൾ രഹസ്യമാക്കുക, അല്ലെങ്കിൽ പരസ്യമാക്കിക്കൊള്ളുക. തീർച്ചയായും അല്ലാഹു ഹൃദയങ്ങളിലുള്ളത് അറിയുന്നവനാകുന്നു. നമ്മൾ വാഗൊണ്ട് പറയുന്നതായാലും നമ്മളുടെ ഹൃദയത്തിൽ രഹസ്യമായിട്ട് ഇരിക്കുന്നതായാലും അല്ലാഹുവിന് എല്ലാം അറിയാൻ പറ്റും. അതുകൊണ്ട് നമ്മളുടെ ഹൃദയം നമ്മൾ ശുദ്ധിയാക്കി വെക്കണം എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ. സൃഷ്ടിച്ചുണ്ടാക്കിയവൻ എല്ലാം അറിയുകയില്ലേ? അവൻ നിഗൂഢ രഹസ്യങ്ങൾ അറിയുന്നവനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. അവനാകുന്നു നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ വിധേയമാക്കി തന്നവൻ. അതിനാൽ അതിൻ്റെ ചുമലുകളിലൂടെ നിങ്ങൾ നടക്കുകയും അവൻ്റെ ഉപജീവനത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്തു കൊള്ളുക. അവങ്കലിലേക്ക് തന്നെയാണ് ഉയർത്തെഴുന്നേൽപ്പ്. അഅമിൻതും മൻ ഫിസ് സമാഇ അൻ യഖ്സിഫ ബിക്കുമുൽ അർള ഫഇദാ ഹിയ തമൂർ. ആകാശത്തുള്ളവൻ നിങ്ങളെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്നതിനെപ്പറ്റി നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? അപ്പോൾ ഭൂമി ഇളകിമറിഞ്ഞുകൊണ്ടിരിക്കും. അള്ളാഹുവിന് നമ്മളെ എപ്പോഴും വേണോ ശിക്ഷിക്കാം. അള്ളാഹു നമ്മളെ ശിക്ഷിക്കൂല എന്ന് പറഞ്ഞ് നമ്മൾ ഭയമില്ലാതെ ഇരിക്കുകയാണോ എന്നാണ് ഈ ആയത്തിലൂടെ ചോദിക്കുന്നത്. അമിൻതും മൻ ഫിസ് സമാഇ അൻ യുർസില അലൈക്കും ഹാസിബൻ ഫസതഅലമൂന കൈഫ നദീർ. അതല്ല, ആകാശത്തുള്ളവൻ നിങ്ങളുടെ നേരെ ഒരു ചരൽ വർഷം അയക്കുന്നതിനെ പറ്റി നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? എൻ്റെ താക്കീത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ വഴിയെ അറിഞ്ഞുകൊള്ളൂ. വലഖദ് കദ്ദബല്ലദീന മിൻ ഖബലിഹിം ഫകൈഫ കാന നകീർ. തീർച്ചയായും അവർക്ക് മുമ്പുള്ളവരും നിഷേധിച്ച് തള്ളിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്രതിഷേധം എങ്ങനെയായിരുന്നു? അവലം യറൗ ഇലത്തൊയ്രി ഫൗഖഹും സ്വാഫാത്തിൻ വയഖ്ബിദ്ന മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാനു ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. അവർക്കു മുകളിൽ ചിറക് വിടർത്തിക്കൊണ്ടും ചിറക് കൂട്ടിപ്പിടിച്ചുകൊണ്ടും പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? പരമകാരുണികനല്ലാതെ മറ്റാരും അവയെ താങ്ങി നിർത്തുന്നില്ല. തീർച്ചയായും അവൻ എല്ലാ കാര്യവും കണ്ടറിയുന്നവനാകുന്നു. അമ്മൻ ഹാദല്ലദീ ഹുവ ജുൻദുൽ ലക്കും യൻസുറുക്കും മിൻ ദൂനി റഹ്മാനി ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഉറൂർ. അതല്ല, പരമകാരുണികന് പുറമെ നിങ്ങളെ സഹായിക്കുവാൻ ഒരു പട്ടാളമായിട്ടുള്ളവൻ ആരുണ്ട്? സത്യനിഷേധികൾ വഞ്ചനയിൽ അകപ്പെട്ടിരിക്കുക മാത്രമാകുന്നു. അമ്മൻ ഹാദല്ലദീ യർസുഖുക്കും ഇൻ അംസക റിസ്ഖഹു ബൽ ലജ്ജൂ ഫീ ഉതൂവിൻ വനുഫൂർ. അതല്ലെങ്കിൽ അല്ലാഹു തൻ്റെ ഉപജീവനം നിർത്തിവെച്ചാൽ നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവനായി ആരുണ്ട്? എങ്കിലും അവർ ധിക്കാരത്തിലും വെറുപ്പിലും മുഴുകിയിരിക്കുകയാകുന്നു. അഫമൻ യംശി മുകിബ്ബൻ അലാ വജീഹി അഹ്ദാ അമ്മൻ യംശി സവിയൻ അലാ സിറാത്തിൻ മുസ്തഖീം. അപ്പോൾ മുഖം നിലത്തു കുത്തിക്കൊണ്ട് നടക്കുന്നവനാണോ സന്മാർഗം പ്രാപിക്കുന്നവൻ? അതല്ല നേരെയുള്ള പാതയിലൂടെ ശരിക്ക് നടക്കുന്നവനോ? അല്ലാഹുവിനെ വിശ്വസിക്കാത്തവരെയാണ് മുഖം നിലത്തു കുത്തിക്കൊണ്ട് നടക്കുന്നവൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അവരാണോ സന്മാർഗം പ്രാപിക്കുന്നവൻ? അതല്ല നേരെയുള്ള പാതയിലൂടെ ശരിക്ക് നടക്കുന്നവനാണോ എന്നാണ് ഈ ആയത്തിലൂടെ ചോദിക്കുന്നത്. ഖുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലക്കുമുസ് സംഅ വൽ അബ്സാറ വൽ അഫ്ഇദത ഖലീലൻ മാ തഷ്കുറൂൻ. പറയുക, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കുകയും നിങ്ങൾക്ക് കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും ഏർപ്പെടുത്തി തരികയും ചെയ്തവൻ. കുറച്ചു മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ.
ഖുൽ ഹുവല്ലദീ ദറാകും ഫിൽ അർളി വ ഇലൈഹി തുഹ്ശറൂൻ. പറയുക, അവനാണ് നിങ്ങളെ ഭൂമിയിൽ സൃഷ്ടിച്ച് വളർത്തിയവൻ, അവങ്കലിലേക്കാണ് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതും. വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സ്വാദിഖീൻ. അവർ പറയുന്നു, എപ്പോഴാണ് ഈ വാഗ്ദാനം പുലരുന്നത്? നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ അതൊന്നു പറഞ്ഞു തരൂ. അതായത് ഖിയാമത്ത് നാളിനെ കുറിച്ച് അവിശ്വാസികളടുത്ത് പറയുമ്പോൾ അവർ തിരിച്ച് കളിയാക്കി ചോദിക്കും, നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ എന്നാണ് ആ ദിവസം എന്ന് പറയാൻ. ഖുൽ ഇന്നമൽ ഇൽമു ഇൻദല്ലാഹി വ ഇന്നമാ അന നദീറുൻ മുബീൻ. പറയുക, ആ അറിവ് അള്ളാഹുവിൻ്റെ പക്കൽ മാത്രമാകുന്നു, ഞാൻ വ്യക്തമായ താക്കീതുകാരൻ മാത്രമാകുന്നു. നിങ്ങൾ സത്യം പറയുകയാണെങ്കിൽ ഖിയാമത്ത് നാൾ എന്നാണെന്ന് ചോദിക്കുന്നവരോട് പറയണം, അള്ളാഹുവിൽ മാത്രമാണ് ഈ അറിവുള്ളത്, ഞാൻ വ്യക്തമായ താക്കീതുകാരൻ മാത്രമാകുന്നു എന്ന്. എങ്ങനെയാണ് ഈ ആയത്തിൻ്റെ അർത്ഥം? فلما رأوه زلفة سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون. താക്കീത് നൽകപ്പെട്ട കാര്യം സമീപസ്ഥമായി അവർ കാണുമ്പോൾ, അതായത് ഖിയാമത്ത് നാൾ അടുത്ത് വരുമ്പോൾ സത്യനിഷേധികളുടെ മുഖങ്ങൾക്ക് മ്ലാനത ബാധിക്കുന്നതാണ്. നിങ്ങൾ ഏതൊന്നിനെപ്പറ്റി വാദിച്ചു കൊണ്ടിരുന്നുവോ അതാകുന്നു ഇത് എന്ന് അവരോട് പറയപ്പെടുകയും ചെയ്യുമെന്ന്. ഖുൽ അറഅയ്തും ഇൻ അഹ്ലകനി അല്ലാഹു വമൻ മഇയ ഔ റഹ്മനാ ഫമൻ യുജീറുൽ കാഫിരീന മിൻ അദാബിൻ അലീം. പറയുക, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, എന്നെയും എന്നോടൊപ്പമുള്ളവരെയും അള്ളാഹു നശിപ്പിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങളോടവൻ കരുണ കാണിക്കുകയോ ചെയ്താൽ വേദനയേറിയ ശിക്ഷയിൽ നിന്ന് സത്യനിഷേധികളെ രക്ഷിക്കാൻ ആരുണ്ട്? ഖുൽ ഹുവർ റഹ്മാനു ആമന്നാ ബിഹി വ അലൈഹി തവക്കൽനാ ഫസതഅലമൂന മൻ ഹുവ ഫീ ളലാലിൻ മുബീൻ. പറയുക, അവനാകുന്നു പരമകാരുണികൻ, അവനിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അവൻ്റെ മേൽ ഞങ്ങൾ ഭാരമേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ വഴിയെ നിങ്ങൾക്കറിയാം ആരാണ് വ്യക്തമായ വഴികേടിലെന്ന്. ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഔറൻ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. പറയുക, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, നിങ്ങളുടെ വെള്ളം വറ്റിപ്പോയാൽ ആരാണ് നിങ്ങൾക്ക് ഒഴുകുന്ന ഉറവ വെള്ളം കൊണ്ടുവന്നു തരിക? ഒരു മനുഷ്യനും വെള്ളം ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമുക്ക് ആവശ്യമായ വെള്ളമൊക്കെ വറ്റിപ്പോകുമ്പോൾ അത് പിന്നും ഉറവയായിട്ട് വരുത്തുന്നത് ആരാണ്? അള്ളാഹു അല്ലാതെ വേറൊരാൾക്കും അതിന് കഴിവില്ല. അവിശ്വാസികൾ ഇതിനെപ്പറ്റി ചിന്തിക്കുവാൻ പറയുകയാണ് ഈ ആയത്തിലൂടെ. ഇത്രയും ആയത്തുകളാണ് സൂറത്തുൽ മുൽക്കിലുള്ളത്. 30 ആയത്തുള്ള സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. ഒരുപാട് പേരും ഈ വീഡിയോ ഫുള്ള് കാണത്തില്ലെന്ന് എനിക്കറിയാം. ഒരാളെങ്കിലും ഈ വീഡിയോ ഫുള്ള് കണ്ട് അത്രയും പ്രതിഫലം എനിക്ക് കിട്ടും. അല്ലെങ്കിൽ ഒരായത്തിൻ്റെയെങ്കിലും അർത്ഥം നിങ്ങൾ ഈ വീഡിയോ കൂടെ മനസ്സിലാക്കിയാൽ എനിക്ക് അതിൻ്റെ പ്രതിഫലവും കിട്ടും അള്ളാഹുവിൻ്റെന്ന്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ സാധാരണ വീഡിയോയെക്കാട്ടി ലെങ്ത് കൂടിയതാണ്. ഒരുപാട് കമൻസിൻ്റെ റിപ്ലൈ പറയാനുണ്ട്. അടുത്ത വീഡിയോയിൽ ഞാൻ എല്ലാ കമൻസിൻ്റെയും റിപ്ലൈ പറയാം. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ തൊട്ട് സ്വഹാബിയത്തിൻ്റെ ലൈഫ് സ്റ്റോറി പറയാം. ഇന്ന് ചോദിച്ച ക്വിസാണ്, ഏത് സ്വഹാബിയത്തിനാണ് ജിബ്രീൽ അലൈഹിസ്സലാം വഴി അള്ളാഹുവിൻ്റെ ഡയറക്റ്റ് സലാം കിട്ടിയത്? താങ്ക് യു ഫോർ വാച്ചിങ്.